എല്ലാവർക്കും നിതിൻസ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തൊള്ളായിരംകണ്ടിയിലെ എക്കോ പാർക്കിലെ വിശേഷങ്ങളാണ്. അപ്പോൾ തൊള്ളായിരംകണ്ടിയിലേക്ക് പോകുന്നതും അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം. നമ്മളിപ്പം ഓഫ് റോഡിങ്ങിന് വേണ്ടി പോവുകയാണ്. തൊള്ളായിരംകണ്ടി കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. എല്ലാം പറ്റുന്നത്രടുത്തൊക്കെ കയറാം. ഓടി ആടുന്ന പോലെ ആടി പോകണ്ടെന്നറിയാം. നമ്മൾ വരുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഇത്ര ഓഫ് റോഡ് അത് കഴിഞ്ഞപ്പോൾ ക്ലിയറാണോ? മേലോട്ട് ക്ലിയറാണോ? മൊത്തം വീൽ പേസ് ഇല്ല മുകളിൽ വരെ. ആദ്യം ഫുള്ളില്ലായിരുന്നോ? മേലെ പോയിരുന്നോ? ഓ നമ്മളെ രണ്ട് വണ്ടിയല്ലേ പഴയ ആദിവാസി കുടികളിൽ ഒരു റെപ്ലിക്ക മാതിരി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എംബോത്ര എന്ന് പറഞ്ഞിട്ട് അവിടെ വീടിന്റെ താഴെ. തൊള്ളായിരംകണ്ടിയിലുള്ള എക്കോ പാർക്ക് എന്ന് പറയുന്നൊരു പാർക്കാണ്. ഇവിടെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജും സ്വിങ്ങും അങ്ങനെ പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. നമ്മൾ തൊള്ളായിരംകണ്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജിലാണ്. താഴോട്ടൊക്കെ നോക്കിയ സീനാണ്, പക്ഷേ നമ്മൾ അത്ര നോക്കാതെയാണ് പോകുന്നത്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്നുള്ള. ഹൈറ്റ് പേടിയില്ലാത്തവർക്ക് ഒരുപാട് അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ എക്കോ പാർക്കിലുണ്ട്. എനിക്ക് ഹൈറ്റ് പേടിയാണ്. എന്നാൽ പോലും ഒരിടത്ത് പോയി കുരുത്തക്കേട് കാണിക്കാൻ പോയി.
പക്ഷേ പലർക്കും വളരെ നീറ്റായിട്ട് നടക്കുകയൊക്കെ സിമ്പിളായിട്ട് റോഡിൽ കൂടെയൊക്കെ നടക്കുന്ന പോലെ നടന്നൊക്കെ പോയി വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് ഹൈറ്റ് പേടിയായതുകൊണ്ട്, ഹൈറ്റ് പേടിയില്ലാത്തവർക്ക് പല പല ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. സ്വിങ്ങും അങ്ങനെ സൈക്ലിങ്ങും മറ്റേ റോപ്പേ കൂടെ സൈക്കിൾ ചെയ്ത് പോകുന്ന പരിപാടികളും ഒക്കെ ഉണ്ട്. നമ്മൾ പേടിയായതുകൊണ്ട് ആ വഴിക്കേ പോയില്ല. ചിലരൊക്കെ വളരെ സിമ്പിളായിട്ട് നടന്നു പോവുക. സംഭവം നല്ലതൊക്കെ, രസമൊക്കെ. പക്ഷേ ഈ ഹൈറ്റ് ഫോബിയയും ഇങ്ങനത്തെ പല പല ഫോബിയകൾ, അയ്യോ അവിടെയൊക്കെ വിലയില്ല. എൻ്റെ മാതാവേ, കയറുകളൊക്കെ എൻ്റെ വെയിറ്റ് താങ്ങളെ. ഇറങ്ങിപ്പോയില്ലേ, ഇനി കയറിയല്ലേ പറ്റൂ. ഫയർഫോഴ്സിനെല്ലാം വിളിക്കേണ്ടി വരൂ. പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, കുറച്ച് വെള്ളം കെട്ടിക്കിടപ്പുണ്ട്, അതിൻ്റെ ഫോട്ടോ എടുത്ത്. ഇത് മറ്റേ 900 കണ്ടിയിലെ എക്കോ പാർക്കിലുള്ള എൻഗോത്ര, അതായത് പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ നമ്മുടെ ട്രൈബൽസില്ലേ, അവരുടെ കുടിലും കാര്യങ്ങളും പരിപാടികളും ഒക്കെയാണ്. അതിൻ്റെ ഒരു റിപ്ലിക്ക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ എൻഗോത്ര എന്നാണ് അവർ അതിന് പേരിട്ടേക്കുന്നത്. എൻഗോത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ ഗോത്രം എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ടാണ് അവരത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ട്രൈബൽസ് 2 പേരുടെ ഒരു ഫേസൊക്കെ വെച്ചിട്ടുള്ള ഒരു തടിയേലൊരു വുഡ് കാർവിങ് ഒക്കെ ചെയ്തിട്ട് ചെയ്തേക്കുന്നു. അത്യാവശ്യം അട്ടയുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കൂടെ വരുന്ന പയ്യൻ ഡെറ്റോൾ സ്പ്രേ ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ എൻഗോത്ര കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു വാട്ടർഫോൾസും ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ പോകുന്നത്. എത്ര അട്ടകാലം കയറും എന്നുള്ളത് അറിയത്തില്ല. കുറച്ച് നടന്നു പോകാനുണ്ട്, നല്ല സ്റ്റീപ്പായിട്ടുള്ള വഴിയാണ്. ജീപ്പ് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. പഴയ ഗോത്രക്കാരുടെ വീടുകളാണ്. അതിൻ്റെ ഒരു റിപ്ലിക്ക മാതൃക ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇങ്ങനത്തൊക്കെ ആ സാറേ നിൽക്ക. ഞാൻ ഈ ഗോത്രക്കാരുടെ വീടിൻ്റെ റിപ്ലിക്കയുടെ മാതൃകയുടെ തിണ്ണയിലാണ് ഇരിക്കുന്നത്. ഇന്ന തണുപ്പാണെന്നറിയാം. ഇതിനകത്ത് മൊത്തം മണ്ണ് വെച്ച് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല ഇതിനകത്താണ് ഇവർ താമസിച്ചിരുന്നത്. നമുക്കിനകത്ത് കയറാൻ തന്നെ പേടിയാവും. രക്തധമനികൾ നോക്കി നടക്കുന്നത് കണ്ടോ. നേരെ ഇവിടെ ചവിട്ടി ആദ്യം അവിടെ വഴുക്കലെന്നൊക്കെ പറഞ്ഞത്
ഇതൊക്കെയാണ് തൊള്ളായിരം എക്കോ പാർക്കിലുള്ള വിശേഷങ്ങൾ. വിശേഷങ്ങളും യാത്രാ വീഡിയോകളുമായിട്ട് വരുന്നിടം വരെ ബൈ.